2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി. 2026 മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടലുകളിലാണ്. അതിനിടെ മാധ്യമങ്ങളും ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട് നില വെച്ച് ഏത് മുന്നണിക്കാണ് നിയമസഭാ സീറ്റിൽ മേൽക്കൈ, ഇതാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ കണക്ക് പുറത്തു വന്നിരുന്നു. അതിൽ 80 സീറ്റ് UDF, 58 LDF, 2 സീറ്റ് NDA BJP എന്നാണ്. ഇന്നിതാ മാതൃഭൂമിയും കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ കണക്ക് പ്രകാരം UDF 79, LDF 59, NDA 2 എന്നാണ്. മലയാള മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഒരു സീറ്റിൻ്റെതാണ്. 80 UDFന് മനോരമ, 79 മാതൃഭൂമി UDFന്. LDFന് 58 സീറ്റെന്ന് മനോരമ, 59 സീറ്റെന്ന് മാതൃഭൂമി. NDAക്ക് BJPക്ക് 2 പത്രങ്ങളും 2 സീറ്റ് വീതമാണ് നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളാണ്. അത് വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അങ്ങനെയാണ് ഒരു വോട്ടിൻ്റെ വ്യത്യാസം. എന്നാൽ ഈ കണക്ക് ശരിയാണോ? ശരിയല്ല എന്നാണ് KT ജലീൽ പറയുന്നത്. KT ജലീലിൻ്റെ കണക്ക് പ്രകാരം 97 സീറ്റ് നേടി LDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. 97 സീറ്റ്. കഴിഞ്ഞ തവണ LDFന് ലഭിച്ചത് 99ആണ്. ഇത്തവണ 97 സീറ്റ് നേടും എന്നാണ് KT ജലീൽ പറയുന്നത്. അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നും പറയുന്നുണ്ട്. മലയാള മനോരമയുടെ കണക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് KT ജലീൽ തൻ്റെ പ്രവചനം നടത്തുന്നത്. അതുപ്രകാരം 97 സീറ്റിൽ LDF ജയിക്കും. കാസർഗോഡ് ജില്ലയിൽ ഉദുമ സീറ്റ് LDF ജയിക്കും. മനോരമ കാണാത്തതാണ്. ഉദുമ സീറ്റ് LDF ജയിക്കും. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, തളിപ്പറമ്പ്, കണ്ണൂർ എന്നീ സീറ്റുകളിൽ LDFന് ലഭിക്കാൻ സാധ്യതയുണ്ട്. സുൽത്താൻ ബത്തേരി സീറ്റ് വയനാട് ജില്ലയിൽ അത് LDFന് ലഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 7 സീറ്റുകളാണ് LDFന് ലഭിക്കും എന്ന് KT ജലീൽ പറയുന്നത്. നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്. അത് കഴിഞ്ഞാൽ മലപ്പുറമാണ്. മലപ്പുറത്ത് പൊന്നാനി സീറ്റ് ഉറപ്പായും LDFന് ലഭിക്കും എന്ന് KT ജലീൽ പറയുന്നു. അതോടൊപ്പം തവനൂരും താനൂരും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കാൻ കഴിയും എന്നാണ് KT ജലീൽ അഭിപ്രായപ്പെടുന്നത്. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് വരുമ്പോൾ KT ജലീലിൻ്റെ അഭിപ്രായം അനുസരിച്ച് പട്ടാമ്പിയിലും പട്ടാമ്പി തൃത്താല LDF ജയിക്കും. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സീറ്റ് ഉറപ്പായും നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ LDFന് ജയിക്കാൻ കഴിയും എന്നാണ് KT ജലീൽ പറയുന്നത്. എറണാകുളം ജില്ലയാണ് അടുത്തത്. എറണാകുളം ജില്ലയിൽ UDF എല്ലാ സീറ്റുകളിലും മേൽക്കൈ നേടിയിട്ടുണ്ട്. എന്നാൽ തൃപ്പൂണിത്തറ, കൊച്ചി, വൈപ്പിൻ, കോതമംഗലം, കളമശ്ശേരി എന്നീ സീറ്റുകളിൽ LDFന് ജയസാധ്യതയുണ്ട് എന്നാണ് KT ജലീൽ പറയുന്നത്. ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ ഇടുക്കി, പീരുമേട്, ദേവികുളം, കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, ആലപ്പുഴ ജില്ലയിൽ അരൂർ കൂടി LDFന് ലഭിക്കും. ആലപ്പുഴ ജില്ലയിൽ LDFന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈ. അതിൽ അരൂർ സീറ്റ്, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് എന്നീ സീറ്റുകൾ മാത്രമാണ് UDFന് മേൽക്കൈയുള്ളത്. അതിൽ അരൂർ കൂടി LDFന് ലഭിക്കും എന്നാണ് KT ജലീൽ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ, കോന്നി, തിരുവല്ല ഈ 3 മണ്ഡലങ്ങൾ ഉറപ്പായും LDFനോടൊപ്പം നിൽക്കും. കോന്നിയിലും അടൂരും ചെറിയ മാർജിനിൽ മാത്രമാണ്, 1000 താഴെ വോട്ടിൻ്റെ മാർജിനിൽ മാത്രമാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. ഈ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിയും എന്നാണ് KT ജലീൽ പറയുന്നത്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, പത്തനാപുരത്തും സമാനമായ സ്ഥിതിയാണ്. നേരിയ വ്യത്യാസമാണ് LDF UDFും തമ്മിലുള്ളത്. ആ സീറ്റും ഉറപ്പായും തിരിച്ചുപിടിക്കാൻ കഴിയും. KB ഗണേഷ് കുമാറിൻ്റെ സീറ്റാണ്. അതുകൊണ്ട് കുന്നത്തൂരും പത്തനാപുരവും കൂടി LDFൻ്റെ പട്ടികയിൽ പെടുത്തുന്നു KT ജലീൽ. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ്, ചിറയൻകീഴ്, നേമം, നെയ്യാറ്റിൻകര 4 സീറ്റുകൾ കൂടി LDF പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നേമവും വട്ടിയൂർക്കാവും ഇപ്പോൾ നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കനുസരിച്ച് NDAക്കാണ്, BJPക്കാണ് മുൻതൂക്കം. ആ 2 സീറ്റുകൾ LDF പിടിക്കും. അതോടൊപ്പം തന്നെ ചിറയൻകീഴും നെയ്യാറ്റിൻകരയും കൂടി LDFനോടൊപ്പം ചേരും എന്നാണ് KT ജലീൽ പറയുന്നത്. അങ്ങനെ ആകെ 97 സീറ്റ് നേടി LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുകയാണ് KT ജലീൽ ചെയ്യുന്നത്. KT ജലീലിൻ്റെ പ്രവചനം ശരിയോ തെറ്റോ എന്നറിയാൻ
3-4 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് അറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ വൻ തിരിച്ചടി LDFന് സംഭവിച്ചിട്ടില്ല. LDFിൻ്റെ വോട്ട് ഇപ്പോഴും LDFിനോടൊപ്പം തന്നെയുണ്ട്. LDFിൻ്റെ അടിത്തറയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ മാത്രമാണ് LDFന് മേൽക്കൈയുണ്ടായിരുന്നത്. ഇന്നത് മാറി. മനോരമയുടെയും മാതൃഭൂമിയുടെയും കണക്കനുസരിച്ച് 58-59 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ LDF മുന്നോട്ട് തന്നെയാണ്. വരുന്ന ദിവസങ്ങളിലും ഒത്തൊരുമയോടെ കൃത്യമായും കണക്കുകൂട്ടി സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിൻ്റെ പുരോഗതി, അതിൽ സർക്കാർ വഹിച്ച പങ്ക്, ഇടതുപക്ഷം വഹിച്ച പങ്ക്, ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും നമ്മോട് പറയുന്നത്.